10ാം ക്ലാസ്സിലെത്തിയപ്പം ആ പേരിനെ വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്കിപ്പം വയസ്സ് 62. സ്വാഭാവികമായും നാണപ്പന് 67 അന്നേ നമ്മൾ ഒന്നിച്ചിരുന്നെങ്കിൽ ചിലപ്പം പണ്ടേ തല്ലിപ്പിരിഞ്ഞേനല്ലേ. ആർക്കറിയാം. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാനാണ് ഇഷ്ടം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് എൻ്റെ ചാച്ചനും 3 ആങ്ങളമാരും കൂടിയാണ് നമ്മളെ അങ്ങ് തല്ലിപ്പിരിച്ചത്. ഞാനൊരു തുള്ളി പോലും കരയാതിരുന്നത് മഠത്തിലേക്കുള്ള യാത്ര മനസ്സിൽ തെളിഞ്ഞതുകൊണ്ട് തന്നെയാകണം. വിശുദ്ധ തോമായിൽ നിന്ന് നേരിട്ട് ജ്ഞാനസ്നാനം കൊണ്ട വംശമാണെന്ന ഭൂലോക വിഡ്ഢിത്തത്തിൽ കഴിയുന്നവരെ പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് കന്യകാമഠത്തിൽ ചേരുന്നത്. വീടിനേക്കാൾ കഠിനമായ തടവാണതെന്ന് ചെന്നുപെട്ടപ്പോൾ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും നാരായണൻ സർക്കാർ ലാവണത്തിലേക്കും സരസുവിലേക്കുമൊക്കെ ചെന്നടിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു തരത്തിൽ ശാന്തി പറയുന്നത് ശരിയാണ്. വർക്കിസാറും കാനവുമൊക്കെ എഴുതിയ മട്ടിലൊരു പഴകിപ്പതിഞ്ഞ കഥയെ അനുകരിക്കുകയായിരുന്നു നമ്മളെന്ന് തോന്നിപ്പോവുകയാണ്. ഈ വയസ്സുകാലത്ത് നമുക്ക് പുതിയ മാതൃകകളോ സാധ്യതകളോ ചൂണ്ടിക്കാണിച്ചു തരുന്ന കഥയെഴുത്തുകാരാരുമില്ലെന്നത് കുറച്ച് കഷ്ടമാണെന്നും തോന്നുന്നുണ്ട്. വയസ്സായവർക്കും വേണ്ടേ കാനവും മുട്ടത്ത് വർക്കിയുമൊക്കെ. എന്തായാലും ഇത്രയും കാലത്തിനിടയിൽ വളച്ചുകെട്ടാതെ കാര്യങ്ങളൊക്കെ പറയാൻ നാണപ്പന് തോന്നിയല്ലോ, അതുതന്നെ വലിയ കാര്യം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ജീവിതം വളരെ നല്ലതാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കോഴിക്കോട്ടെ ബീച്ചിനടുത്ത് ധാരാളം പുസ്തകങ്ങളുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഏകാന്ത ജീവിതം ആഘോഷിക്കുകയാണെന്ന് ചുരുക്കി പറയാം. കഴിഞ്ഞ വർഷം സാഹിത്യ സമ്മേളനത്തിൽ വന്നപ്പോൾ വീട്ടിലേക്ക് കയറാതെ നാണപ്പൻ പോയത് മറന്നിട്ടില്ലല്ലോ. അതിരിക്കട്ടെ, കത്തിൽ സൂചിപ്പിച്ചതുപോലെ തനിക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. വരും മുമ്പ് ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. ഞാൻ കാറുമായി തീവണ്ടി സ്റ്റേഷനിൽ വരാം. സ്നേഹത്തോടെ, നിർമ്മല. താങ്ക് യു. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2025 8ാം പതിപ്പ് വാക്ക് വേദി പവർഡ് ബൈ IIA കാലിക്കറ്റ് സെന്റർ ആൻഡ് മാർബിൾ ഗാലറി സെഷൻസ് തുടരുന്നു. വേദിയിൽ മൂങ്ങ കഥാചർച്ച. പങ്കെടുക്കുന്നവർ PF മാത്യൂസ്, അജിത് MS. കഥാവതരണം മാധവി പുതുമന. PF മാത്യൂസ് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമാണ്. പുത്രൻ, കുട്ടിശ്രാങ്ക്, ഇമയോ, അതിരൻ തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ചാവുനിലം, ഇരുട്ടിൽ ഒരു പുണ്യാളൻ, കടലിൻ്റെ മണം എന്നിവ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കൃതിയാണ് മൂങ്ങ. അജിത് MS തിരൂർ തുഞ്ചൻ സ്മാരക ഗവൺമെൻറ് കോളേജ് മലയാളം വിഭാഗത്തിൻ്റെ ചുമതലയുള്ള അസോസിയേറ്റ് പ്രൊഫസറും പ്രിൻസിപ്പലുമാണ്. കാലിക്കറ്റ് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനാണ്. ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അദ്ദേഹം എഴുതുന്നു. മാധവി പുതുമന സംസ്ഥാന, സർവകലാശാല, ദേശീയ തലങ്ങളിൽ 15 വർഷമായി നാടകം, സംഗീതം, നൃത്തം എന്നിവയിൽ തുടർച്ചയായി കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കലാകാരിയാണ്. ഏവർക്കും വേദിയിൽ സാദരം ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളോടൊപ്പം മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകാരൻ PF മാത്യൂസാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ പല എഡിഷനുകളിൽ ആയിരിക്കുന്ന മൂങ്ങ എന്ന പുസ്തകത്തെക്കുറിച്ചും അതിലെ സമാഹാരത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനാ ജീവിതത്തെക്കുറിച്ചും ഉള്ള ഒരു സെഷനാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കഥ വായിച്ച മാധവി പുതുമന വായിച്ച ഭാഗം നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതുന്നു. ഒരു ബീച്ചിൽ നടക്കുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് മൂങ്ങ. അതിനകത്ത് വരുന്നുണ്ട്. ഒരു പക്ഷേ KLF പോലെയുള്ള ഒരു വേദിയാവാം എന്ന് പറയുന്നത് അത് കഥയിൽ പറയുന്നില്ല എങ്കിലും അങ്ങനെ പോലും നമുക്ക് ഊഹിക്കാവുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു കഥ അദ്ദേഹം എഴുതുന്ന സമയത്ത്, മൂങ്ങ എന്ന സമാഹാരം വായിക്കുന്ന സമയത്ത് ആ കഥയിലെ കഥാപാത്രങ്ങൾ, അതിലെ നാരായണൻ എന്ന് പറയുന്ന കഥാപാത്രവും
കന്യാസ്ത്രീ മഠം ഒഴിവാക്കി വരുന്ന നിർമ്മല എന്ന കഥാപാത്രവും ഒക്കെ അതേ സമാഹാരത്തിലുള്ള 4 കഥകളിൽ ആവർത്തിച്ചു വരികയും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതിയല്ല അത്. ഒരു കഥയിൽ കഥാപാത്രങ്ങൾ മറ്റ് പല കഥകളിൽ അവരുടെ സന്ദർഭങ്ങൾ സംഭവിക്കുക, നോവലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കഥയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സമാഹാരത്തിലെ 4 കഥകളിൽ, വ്യത്യസ്തമായ 4 കഥകളിൽ ഇതേ പ്രമേയം കടന്നു വരുന്നു, ഇതേ കഥാപാത്രങ്ങൾ കടന്നു വരുന്നു, അവരുടെ ജീവിത സന്ദർഭങ്ങൾ കടന്നു വരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആഖ്യാനം സംഭവിച്ചത് എന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ട്. സാർ, അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാമോ? കഥ വെറും കഥയായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം, ഇപ്പോഴത്തെ ബോധ്യം. കഥ ജീവിതത്തിലേക്കും തിരിച്ച് ജീവിതത്തിൽ നിന്ന് കഥയിലേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒഴുകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാഹിത്യ സമ്മേളനം, അതിൽ പങ്കെടുക്കുന്ന 2 പേർ, അവർക്കിടയിൽ പണ്ടൊരു പ്രണയമുണ്ടായിരുന്നു. ഒരു പൈങ്കിളി കഥയ്ക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. വളരെ കൃത്യമായിട്ട് നാരായണൻ കത്തെഴുതുമ്പോൾ ചോദിക്കുന്നുമുണ്ട്, പ്രായമായവർക്കും വേണ്ടേ കാനവും മുട്ടത്തുവർക്കിയുമൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥ എനിക്ക് തോന്നുന്നത് ഒരു പണ്ട് MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്, വാനപ്രസ്ഥം എഴുതിയിട്ടുണ്ട്, ടി പത്മനാഭൻ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ പലരും എഴുതിയിട്ടുണ്ട് വൃദ്ധരുടെ പ്രണയവും. പക്ഷെ ഒരിക്കലും ആരും രതി എഴുതിയിട്ടില്ല. വൃദ്ധർക്ക് രതി സാധ്യമോ എന്നുള്ള വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മടിയാണ്. ചില കാര്യങ്ങൾ യൗവനത്തിലെ പാടുള്ളൂ എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കളുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും മലയാളത്തിലൊരു കൃതി ഉണ്ടാവില്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു ധാർമ്മിക ബോധം അത് സമ്മതിക്കുന്നില്ല. കാരണം എന്നും നമ്മുടെ അമ്മ സങ്കല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിയൂർ പൊന്നമ്മയെ പോലെ ആ രൂപത്തിലുള്ള വളരെ പരിശുദ്ധയായ ഒരു സ്ത്രീയാണ് നമ്മളുടെ അമ്മ. അതിനെ റദ്ദാക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. ആ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണ്, അല്ലെങ്കിൽ ആ അച്ഛൻ ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല. യാതൊരു ഇളവും നമ്മൾ കൊടുക്കില്ല. കഥകളിൽ പോലും സെൻസർ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ കഥകൾ കുറേ അധികം എഴുതണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അത് എഴുതിയത്. മാത്രമല്ല, ഇതിനു മുമ്പ് എഴുതിയ മുഴക്കം എന്ന കഥാസമാഹാരത്തിൽ ഒരമ്മയും മകനും തമ്മിൽ ഒരുപാട് അരുതാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് 7 പ്രണയങ്ങളുണ്ട്. മകനോട് അമ്മ വന്ന് പറയുന്നുണ്ട്. അമ്മ പെൻഷനായ ആളാണ്. മകനോട് വന്ന് പറയുന്നു. മകൻ ശരിക്കും ഒരു വൃദ്ധനെ പോലെ അമ്മയോട് പ്രതികരിക്കുന്നുണ്ട്. അത് അവർ പരസ്പരം ചർച്ച ചെയ്യണത്. അപ്പോൾ ഈ അരുതുകളെ എങ്ങനെ റദ്ദാക്കാം, അനന്തമായി കുറച്ച് നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്താ പറയുന്നത്, ചില ചിട്ടകൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ എഴുതിപ്പോയത്. അത് എഴുതിപ്പോയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഇനിയും തുടർന്ന് എഴുതണം എന്നൊന്നും അല്ല. ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇനി എഴുതണ്ടെന്ന് തോന്നി നിർത്തി, അത്രയേ ഉള്ളൂ. അപ്പോൾ പരമാവധി സ്വാതന്ത്ര്യം കഥയെഴുത്തിലെടുക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഴുത്തുണ്ടായത്. ഇപ്പം ചാവുനിലം പോലെ ഒരിക്കൽ അത് പിന്നെ ഒരു 20 വർഷം മുമ്പ് എഴുതിയ ഒരു നോവൽ പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം വലിയ തോതിൽ ചർച്ച വരുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രമേയം ഒരു നോവലാക്കാതെ അതൊരു കഥയിലേക്ക് തന്നെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അല്ല, കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീരമായ മാധ്യമമാണ് ചെറുകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വേണ്ടത്ര നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടത്. അതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ മൂങ്ങ എന്ന കഥാസമാഹാരത്തിൽ മരപ്പാഴ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ മരപ്പാഴ് എൻ്റെ ഏറ്റവും പുതിയ നോവലിലെ ഒരു കഥാപാത്രം എഴുതിയ ഒരു കഥാപാത്രമാണ്. നോവലിലെ നായകൻ എഴുതിയ കഥാപാത്രമാണ് മരപ്പാഴ്.
അപ്പോൾ ഈ ഒരു നോവലിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് ഇതിനു മുമ്പ് ഞാനത് ചെയ്തിട്ടുണ്ട്. അതായത് ഇരുട്ടിലൊരു പുണ്യാളൻ്റെ അതേ ഒരു പ്രപഞ്ചഘടനയിൽ തന്നെ ഈ അടിയാളപ്രേതം കടന്നു വരുന്നുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നില്ല. അതിനിടയിൽ പറയാത്ത ഒരുപാട് സ്പേസുകളുണ്ട്. ആ സ്പേസുകളിൽ നിന്ന് പുതിയ കഥകളുണ്ടാകുന്നുണ്ട്. അതിലൊരു പുതിയൊരു യൂണിവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അത് അനന്തമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രസം. അതാണ്. അപ്പോൾ ഇതേ രസം വായനക്കാരനും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരം ചിട്ടപ്പടിയുള്ളൊരു കഥ എത്ര കാലം നമ്മൾ വായിക്കും? ഒരു ആദ്യവും ഒരു മധ്യവും ഒരു അന്ത്യവുമുള്ള കഥ എത്ര കാലം നമ്മൾ വായിക്കും? ഒരു കഥ വായിച്ചാൽ അത് അവിടെ അവസാനിച്ച ഉടനെ മറ്റേ കഥയിലേക്ക് കയറുക എന്നുള്ളത് എനിക്ക് ആ ഏകാന്തത, ആ കഥയുടെ ഏകാന്തത എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു പുസ്തകത്തിനകത്ത് ഒരു കഥ തനിച്ച് അനുഭവിക്കുന്ന ഏകാന്തത അത് ചിലപ്പോൾ കലർന്നു പോകും. ആ കലരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇപ്പം ഈ കഥയിൽ ഇപ്പം ഞാൻ ഈ വായിച്ച മൂങ്ങയും അതിനോടൊപ്പമുള്ള 4 കഥകളിലും ഈ പ്രധാനമായിട്ട് കടന്നു വരുന്ന ഒട്ടേറെ റഫറൻസുകളുണ്ട്. ആ റഫറൻസുകൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ലൂയി ബുനുവലിൻ്റെ നസറിൻ എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഈ തൻ്റെ കന്യാസ്ത്രീകളുടെ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടുള്ള റഫറൻസ് ഉണ്ട്. അതേപോലെ കാവാബാത്തയുടെ പുസ്തകത്തെ പറ്റിയുള്ള റഫറൻസ് മറ്റൊരു കഥയിലുണ്ട്. ഇപ്പം നമ്മുടെ 70കളിലേക്കുള്ള ഒരു സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു. മലയാളത്തിലെ ആധുനികത ഉണ്ടാക്കിയ ഒരു സെൻസിബിലിറ്റിയാണ്. മലയാളത്തിലെ വായനയുടെയും മറ്റൊരു സെൻസിബിലിറ്റിയാണ്. അപ്പം നിരവധി ഇത്തരത്തിലുള്ള റഫറൻസുകൾ, പുസ്തകങ്ങൾ ഒക്കെയാണ് ഇവരുടെ ചർച്ചയിലായിട്ട് കടന്നു വരുന്നത്. എന്നാൽ ആ കഥയിൽ തന്നെ 70കളുടെ സെൻസിബിലിറ്റി അങ്ങ് വിമർശിക്കുന്നുണ്ട്. ഈ കഥയിലെ മറ്റൊരു കഥാപാത്രം പറയുന്നുണ്ട്, നീ 70കളിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്നാണ് ഒരു വിമർശനമായിട്ട് പറയുന്നത്. അങ്ങ് 70കൾ എഴുതി തുടങ്ങിയ ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് പുതിയ കഥാകൃത്തുകൾ, ഇപ്പോൾ ഹരീഷിൻ്റെ സെഷൻ ഇവിടെ കഴിഞ്ഞു. ഹരീഷിനെ പോലെ പുതിയ ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നു. പുതിയ രീതികൾ വന്നുകൊണ്ടിരിക്കുന്നു, കഥയിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സെൻസിബിലിറ്റിയെ കുടഞ്ഞെറിയാൻ ഉള്ള ഒരു ബോധപൂർവമായ ശ്രമം കഥയിൽ നടത്തുന്നതിൻ്റെ ഭാഗം ആണോ ഇത്തരത്തിലുള്ള ഒരു ഡയലോഗ് അതിൽ വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് ഉണ്ടോ? അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? നമ്മൾ കേരളീയർക്ക് നമ്മൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. എന്നും ഒരേപോലെ ജീവിച്ചു പോകുന്ന ആളുകളാണ് നമ്മളൊരു അമിതമായ സ്വാതന്ത്ര്യം ഒരിക്കലും എടുക്കാറില്ല. എന്താ പറയുന്നത്, ഒരു ധാർമ്മികതയിൽ ഊന്നിയുള്ള ഒരു ജീവിതമാണ്. മറ്റുള്ളവരെ കൊണ്ട് എന്നും നല്ലത് പറയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സങ്കല്പത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സമൂഹത്തെ അവരുടെ കലാസൃഷ്ടികളിലും അതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് പാടെ ഇങ്ങനെയല്ല, മറ്റൊരു സാധ്യതയുണ്ട് ജീവിതത്തിന്, വേറൊരു അതിനാണല്ലോ എഴുതുന്നത് തന്നെ. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ സാഹിത്യത്തിൽ കൊണ്ടുവരുന്നത്. അതിനാണ് സാഹിത്യം വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിന് സാഹിത്യത്തിൻ്റെ ആവശ്യമില്ല, അതിന് കലയുടെ ആവശ്യമില്ല. കല വേണ്ടി വരുന്നത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാൻ, ഒരിക്കൽ യാസുജിറോ ഒസുവിൻ്റെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു അച്ഛനും മകളും കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ക്യാമറ പോയിട്ട് ഒരു പൂപ്പാത്രത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. 3-4 സെക്കൻഡ് ഈ പൂപ്പാത്രത്തിൽ ക്യാമറ തങ്ങി നിൽക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അച്ഛനും മകളുടെ മൂഡിൽ വല്ലാത്ത മാറ്റം വന്നിരിക്കുന്നു. ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല, ആകെ 3 ഷോട്ടുകളേ ഉള്ളൂ. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾ പാടെ മാറി. ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നതേ, ഒരു സ്ഥിരമായ ഒരു പാറ്റേണിനെ കൈവിട്ടിട്ട് രസകരമായ പുതിയ സാധ്യതകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നും എഴുതുന്നൊരു കഥ, അതായത് ഒന്നാമത് നമ്മുടെ ഒരു 3 ആക്ട് പ്ലേ സ്ട്രക്ചർ തന്നെ അപകടകരമാണ്. അത് 2500 വർഷം പഴക്കമുള്ളൊരു സാധനമാണത് നമ്മൾ ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ പറയുന്നേക്കാം കഥയുടെ ക്ലൈമാക്സ് എന്നൊക്കെ പറയണ കേൾക്കാം. എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കഥയുടെ ക്ലൈമാക്സ് അതെല്ലാം കൊണ്ട് കൊട്ടി കലാശിക്കണം എന്ന് പറയുന്നത് പെട്ടെന്ന് എനിക്ക് തെലുങ്ക് സിനിമയും ജോഷിയുടെ സിനിമയ്ക്കോ പഴയ സിനിമയ്ക്കോ ഓർമ്മ വരും. അങ്ങനെയല്ല, ഒന്നും സംഭവിക്കാത്ത ഒരു കഥയും നമുക്കുണ്ടാകാം. നമ്മൾ ഈ ബോർഹസിൻ്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മുടെ കഥകൾ വരുമ്പോൾ നമ്മളിതെല്ലാം സംഭവ ബഹുലമായിരിക്കണം, അതിൽ നാടകീയത വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ എളിയ ഒരു പരിമിതമായ കഴിവുകൾ വെച്ച് ഇതിനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചില പരിശ്രമങ്ങളാണ്. ഇതിനൊക്കെ പരിശ്രമങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും വിജയിച്ച കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വായനക്കാരാണ് പറയേണ്ടത്. അപ്പോൾ ഈ വായനക്കാരില്ലെങ്കിൽ ഞാൻ എഴുത്തുകാരനുമല്ല.
വെറുതെ പുസ്തകം എഴുതി വിടുന്ന ഒരാൾ മാത്രമാണത്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ പറയുന്ന ചില ഫിലോസഫികൾ, ഇപ്പം അങ്ങ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പം ഏകദാനമായ ആവർത്തനങ്ങളാണ് ജീവിതം. ഇപ്പം കലയിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂങ്ങ എന്ന് പറയുന്ന കഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലൊരു സംഭാഷണത്തിൽ പറയുന്നതാണ്, ഏകദാനമായ ഒരു കാര്യം മാത്രമേ നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു ആവർത്തനങ്ങൾ മാത്രമേ സാധിക്കുന്നുള്ളൂ, പുതുക്കലൊന്നും സാധിക്കില്ല. കലയിൽ പോലും അത് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നില്ല. അത് അത് ആക്ച്വലി അതൊരു കഥാപാത്രത്തിൻ്റെ ഫിലോസഫിയാണോ അതൊരു എഴുത്തുകാരൻ്റെ ഒരു ദർശനമാണോ? അത് അല്ലേ, കഥാപാത്രത്തിന് സ്വയം നിലനിൽപ്പില്ല. എഴുത്തുകാരൻ തന്നെ സൃഷ്ടിച്ച കഥാപാത്രമാണല്ലോ അത്. സംശയമില്ലാത്ത കാര്യമാണത്. എഴുത്തുകാരൻ്റെ മാറിയ മനസ്സാണ് കഥാപാത്രങ്ങളിൽ. ഈ പണ്ട് ഫ്ലൊബേർ പറഞ്ഞിട്ടുണ്ടല്ലോ, മദാം ബൗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ എല്ലാ എഴുത്തുകാർക്കും അയാളുടെ ചില ആത്മാംശങ്ങളില്ലാതെ ഒന്നും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ, ചിന്തകളിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്നാണ് എഴുത്തിൽ ഈ മാറ്റം രൂപപ്പെട്ടു വരുന്നത്. ഈ മാറ്റമാണ് സമൂഹത്തിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണ് സമൂഹം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു മാറ്റം പിന്നെയും ഉണ്ടാവും. അതായത് സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ചലനാത്മകമായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അത് വെറുതെ വായിച്ച് മടക്കി വയ്ക്കാവുന്ന ഒരു കഥപുസ്തകം മാത്രമല്ല. അത് ജീവിതത്തെ തൊടുന്നുണ്ടത്, അവിടുന്ന് തിരിച്ചും തൊടുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങലുകൾ നന്നായിട്ട് നടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ കഥകളിൽ അങ്ങയുടെ ഇപ്പം മൂങ്ങ എന്ന് പറയുന്ന സമാഹാരത്തിലായാലും അതുപോലെ നമ്മുടെ 13 കടൽക്കാക്കുകളുടെ ബൊമ്മയായാലും അത്തരം കഥാസമാഹാരത്തിലൊക്കെ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിംസ എന്ന് പറയുന്ന ഒന്ന്, മരണം എന്ന് പറയുന്നത്, ഇതിനെ ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നു. ഇപ്പം വയലൻസ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. ഇപ്പോൾ സിനിമയിലൊക്കെയുള്ള വയലൻസ്, പുതിയ സിനിമ മാർക്കോ പോലെയൊക്കെയുള്ള സിനിമ വരുന്ന സമയത്ത് വയലൻസ് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അങ്ങയുടെ ഈ പറയുന്ന ഈ സമാഹാരത്തിൽ എനിക്ക് 8ഓളം കഥകളിൽ വയലൻസ് മുഖ്യ പ്രമേയമാണ്. ആ വയലൻസ് ഉണ്ടാവുന്നത് എങ്ങനെ? ഇപ്പം നേരത്തെ സൂചിപ്പിച്ച തൻ്റെ അച്ഛനെ അമ്മയെ അടക്കാൻ വേണ്ടിയിട്ട് കല്ലറയിൽ സ്ഥലം കിട്ടാതെ വരുന്ന ഒരാൾ അവിടുത്തെ പ്രമുഖർക്ക് അല്ലെങ്കിൽ കുലീനർക്ക് മാത്രം കൊടുക്കുന്ന ഒരു കല്ലറയിൽ ഉറങ്ങുന്ന ആൾക്കാരെ മേലേക്ക് തെരുവ് തണ്ടികളുടെയും തെരുവ് വേശികളുടെയും ഒക്കെ ഈ ശവം കൊണ്ടിടുന്ന അസാധാരണമായ ഒരു കഥ അങ്ങ് എഴുതിയിട്ടുണ്ട്. അതിലൊരു വയലൻസ് വരുന്നുണ്ട്. ഒരു പൂച്ചയെ കൊല്ലുന്ന ഒരു കഥയിലാണെങ്കിൽ അതിൽ പൂച്ച എന്ന് പറയുന്ന കഥയിൽ വയലൻസ് വരുന്നുണ്ട്. ഈ വികാരിയച്ഛൻ്റെ കഥയിൽ ഈ മരുമകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തേക്കുന്ന അമ്മായിയമ്മയുടെ കഥയിൽ വയലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹിംസ ഈ പറയുന്ന കഥകളുടെ എല്ലാത്തിൻ്റെയും ഒരു അണ്ടർ കറൻ്റായിട്ട് ഒരുപാട് കഥകളിൽ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയങ്ങൾ തുടർച്ചയായി സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടോ? അത്രയ്ക്ക് ഹിംസാത്മകമായൊരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അത്രയ്ക്ക് ഹിംസ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്നത് ആ ഹിംസയിലാണ്. അതിനകത്ത് നക്ഷത്രങ്ങളില്ലാത്ത വീടെന്ന് പറഞ്ഞ കഥയിലെ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയെ കൊന്നുകളയുന്നുണ്ട്. അത് വളരെയധികം ആസ്വദിക്കുന്നുണ്ട് അയാൾ. അതായത് പഴയ സിനിമയിലെ പോലെ ചാക്കിൽ പൊതിഞ്ഞ് കിട്ടിയിട്ട് കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അയാൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശവം കീറി മുറിക്കുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് കയറി വരുന്നത് ഈ ഹിംസ. അപ്പോൾ അത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. ഈ ഒരു കാലഘട്ടത്തെ എഴുതുന്ന ഒരു എഴുത്തുകാരന് ആ ഹിംസ കാണാതിരിക്കാൻ സാധിക്കില്ല, അത് എഴുതാതിരിക്കാനും സാധിക്കില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ പറയുന്ന ഇപ്പം നസറിൻ പോലെയുള്ള ഒരു സിനിമ, കാവാബാത്തയുടെ നോവൽ പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇതിലേക്ക് സ്വീകരിക്കാനായിട്ട് വ്യക്തിപരമായി ഈ പറയുന്ന സിനിമകൾ അല്ലെങ്കിൽ സിനിമകളുടെ ലോകം, ഇപ്പം ഹിറ്റ്ലറെ പറ്റിയിട്ടുള്ള റിലീഫ് ഫെസ്റ്റാലിൻ്റെ പറയുന്ന ട്രയംഫ് ഓഫ് ദി വില്ല് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ മാറ്റുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ സിനിമകളുടെയൊക്കെ ഒരു ലോകം അങ്ങയുടെ ഈ കഥാലോകത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അത് ലെനി റേഫൻസ്റ്റാൽ ശരിക്കും ഹിറ്റ്ലറിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. ഹിറ്റ്ലർ അവർക്ക് പരമാവധി അവർക്ക് കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. പക്ഷേ അപ്പോഴും ആ സിനിമ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരുന്നത്. ഇത്രയും വലിയ ഒരു നരാധമനെ പ്രഘോഷിക്കാൻ വേണ്ടി ചെയ്ത സിനിമ സുന്ദരമായിരുന്നു. അതാണ് സൗന്ദര്യമുള്ള വസ്തു എപ്പോഴും നന്മ മാത്രമല്ല പ്രസരിപ്പിക്കുന്നത്, തിന്മയും കൂടി അത് പ്രസരിപ്പിക്കാറുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ റെഫറൻസ് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് ലോകത്തിൽ ഫിലിം ഫെസ്റ്റിവൽ കൊണ്ടുവരുന്ന മുസോളിനിയാണല്ലോ. അതെ അതെ, മുസോളിനിയാണ് ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ റെഫറൻസുകൾ മുഴുവൻ ഈ തരത്തിലുള്ള ഈ കഥകളിലൊക്കെ
പലയിടങ്ങളിലായിട്ട് വളരെ ഭംഗിയായിട്ടത് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ കഥയുടെ ആസ്വാദനത്തിൽ, വായനയിൽ ഒരുപാട് തരത്തിൽ, ഇപ്പോൾ ജോൺ എബ്രഹാമിനെ പറ്റിയിട്ടുള്ള റെഫറൻസ്, ഹിറ്റ്ലർ എന്ന് പറയുന്ന ഐ ആം ദ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ എന്ന് ജോൺ പറഞ്ഞ കാര്യം ആ കഥയിൽ, ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ, കഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കഥയുടെ അവസാനം എത്തുന്ന സമയത്ത് ഈ മനുഷ്യനൊരു കാണിയായിട്ട് മാറുകയാണ്, ഒന്നിലും ഇടപെടാത്തൊരു കാണി. ഐ ആം ദ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ എന്ന് പറയുന്ന ജോണിനെ സൂചിപ്പിക്കുന്ന ആ കഥയിലെ അവസാനം ഈ കാണി ഒന്നിലും ഇടപെടാതെ ഈ പറയുന്ന ഒരു അവിഹിത ബന്ധത്തിൽപ്പെട്ട ഏർപ്പെട്ട ഒരാളെ ഒരു ക്രൗഡ് ഇല്ലാതെയാക്കുന്ന സമയത്ത് മാറി നിൽക്കുകയാണ്. ഈ കാഴ്ച എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം അറിയില്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അത് ശരി, എറണാകുളത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അയലത്തെ വീട്ടിലെ ഒരു രാത്രി പ്രണയത്തിന് വന്ന ഒരു ചെറുപ്പക്കാരനെ വീട്ടുകാരെല്ലാവരും കൂടി തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. അത് കണ്ട് നിന്നൊരു മനുഷ്യൻ പിന്നാലെ പോവുകയാണ് ബൈക്ക് എടുത്തിട്ട്, എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് പരിണമിച്ചൊരു സമൂഹമാണെന്ന് നമ്മുടെ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ കലകളിലെങ്കിലും ആവിഷ്കരിക്കേണ്ടേ, ഇതാണ് നമ്മൾ എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് അതെഴുതുന്നത്. അതുകൊണ്ടാണ് മാർക്കോ പോലുള്ള സിനിമ വരുന്നത്. അപ്പോൾ നമ്മളുടെ നല്ല സംവിധായകരെല്ലാം കൂടുതൽ വയലൻസിലേക്ക് പോകുന്നത് അതുകൊണ്ടാണത്. അത് കൂടുതൽ സമ്പത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സൗന്ദര്യം സൃഷ്ടിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ചോര കൊണ്ടാണ് അവർ സൗന്ദര്യം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെയായി മാറിക്കഴിഞ്ഞു, ഒരു കേരള സമൂഹം അങ്ങനെയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം തിരിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ നമ്മൾ. ഓക്കെ. ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യങ്ങളോ സംസാരിക്കാനോ ഉള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഏതാനും മിനിറ്റുകൾ മാത്രമേ സമയം ബാക്കിയുള്ളൂ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്ക് അവർ തരും. ഒന്ന് മാത്യു സാർ, ഒരു കുഞ്ഞു ചോദ്യം. ഈ കഥകളുടെ തുടർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ണിച്ചക്കൻ വീണ്ടും തിരിച്ചു വരാൻ, അടിയാളപ്രായത്തിൽ ഉണ്ണിച്ചക്കൻ പല ദുരൂഹതകൾ അവസാനിപ്പിച്ചിട്ട് പോയ ഒരാളാണ്. അപ്പോഴും രണ്ടാമത്തെ പുസ്തകത്തിൽ വരുമ്പോഴും ഉണ്ണിച്ചക്കൻ അപ്പോഴും ഒരു ദുരൂഹത, അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? ഒരു കുഞ്ഞ് എഡിഷൻ കൂടെ ഏറ്റവും നന്നായി പുതിയ എഴുത്തുകാരെ വായിച്ച് ആ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് സാർ. അപ്പോൾ സാർ എന്തൊക്കെ ഇളവുകളാണ് പുതിയ എഴുത്തുകാർക്ക് വായിക്കുമ്പോൾ കൊടുക്കാറുള്ളത്? അത് പുതിയ എഴുത്തുകാർ നമ്മൾ ഞെട്ടിക്കുക തന്നെ വേണം. ഈ പോയ തലമുറയിലുള്ളവരെ നടുക്കണം ശരിക്കും. അങ്ങനത്തെ എഴുത്ത് തന്നെ വരണം. അത് അങ്ങനെയുള്ള എഴുത്തുകൾ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്. അത് ഉണ്ണിച്ചക്കൻ തിരിച്ചു വരുമോയെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. അത് അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കുന്നേ ഉള്ളൂ. കാരണം സാർ, ചോദ്യം ഇതാണ്, തിരക്കഥ എഴുതുമ്പോഴും കഥകൾ എഴുതുമ്പോഴും താങ്കളുടെ രചനാ രീതിയിൽ എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെടാറുള്ളത്? ആ കഥയെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസം അനുഭവപ്പെടാറുണ്ടോ? തീർച്ചയായിട്ടും. തിരക്കഥ എന്ന് പറയുന്നത് ഒരുപാട് പേർ ഉൾപ്പെട്ട ഒരു കലാപരിപാടിയിൽ ഒരു ഭാഗം മാത്രമാണ് തിരക്കഥാകൃത്ത്. അല്ല, തിരക്കഥാകൃത്തിൻ്റെ കൃതിയേ അല്ലാതെ ഒരു പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ആ സിനിമയുടെ തന്നെ വേറൊരാൾ തന്നതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കഥയെന്നായിരിക്കും. അത് വികസിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ കാണികളുണ്ട്. പക്ഷെ കഥകൾ എഴുതുമ്പോൾ അങ്ങനെയല്ലാതെ നമ്മുടെ പരമാവധി സ്വാതന്ത്ര്യം അതിൽ ആവിഷ്കരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും സിനിമ അത്രയ്ക്ക് സ്വതന്ത്രമാണ്, അതിൻ്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണ് അതിന് കാരണം. ഹായ് സാർ, അങ്ങ് മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യകാല എഴുത്ത് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് വരുന്നത് ആ കാലഘട്ടത്തിൻ്റെ അങ്ങ് അനുഭവിച്ച ആ കഷ്ടപ്പാടും ഡാർക്ക്നെസ്സും ഉണ്ടെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സാഹിത്യത്തിൽ നമുക്ക് ആ ഡാർക്ക്നെസ് വേറൊരു ഷെയ്ഡിൽ നിൽക്കുന്നതെന്ന് കാണാം. അപ്പോൾ എന്ത് അനുഭവത്തിൻ്റെ മാറ്റമാണ് ഇപ്പോഴുള്ള ഈ ഒരു ഡാർക്ക്നെസ്, ഞാൻ പറഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇരുട്ട് മാറി എന്നാണോ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി. ഇരുട്ട് മാറി എന്നല്ല, അങ്ങ് ആദ്യകാല എഴുത്തിൽ ഈ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഡാർക്ക്നെസ്, ഇരുട്ട് സാഹിത്യത്തെ എഴുത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് ഏത് ഷെയ്ഡിലാണത് വരുന്നത്? ഇപ്പോൾ നമ്മുടെ എഴുത്തിൽ ഡാർക്ക്നെസ് ഉണ്ട്, അപ്പോൾ അത് പേഴ്സണൽ എക്സ്പീരിയൻസിന് എത്രത്തോളം വരുന്നുണ്ടോ, അതോ അതവിടെ നിന്ന് മാറിക്കഴിഞ്ഞോ? മാറിയിട്ടൊന്നുമില്ല. അത് ഈ ലോകത്തിൻ്റെ തിന്മ തന്നെയാണ് ആദ്യം കണ്ണിൽപ്പെടുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള തിന്മകൾ തന്നെയാണ് നമ്മുടെ എൻ്റെ കണ്ണിൽ ആദ്യം പതിയുന്നത്. എനിക്കൊരിക്കലും ഈ ഇത്രയും അക്രമാസക്തമായ ഒരു സമൂഹത്തിൽ നിന്ന് ഇവിടെ എല്ലാം ശാന്തമാണെന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല, കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഇരുട്ടായിട്ട് തന്നെ നിലനിൽക്കുന്നത്.
മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പേഴ്സണലായി ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. പുതിയ തലമുറയുടെ ആവിഷ്കാരങ്ങളെ വളരെ കൗതുകത്തോടെ അങ്ങ് നോക്കിക്കാണുന്നതാണ് കരുതുന്നത്. അങ്ങയുടെ 2 മക്കളാണ് ഈ കരിക്കിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഞാനിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് PF മാത്യൂസിനെ എൻ്റെ ചെറിയ മക്കൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ശംഭുവിൻ്റെ അച്ഛനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്. അതോടുകൂടി ആണോ എന്ന് പറഞ്ഞ് അവരങ്ങ് ആവേശപ്പെടുകയാണ്. അപ്പോൾ ഈ ഏറ്റവും പുതിയ തലമുറയുടെ ഇത്തരത്തിലുള്ള ദൃശ്യാവിഷ്കാരങ്ങൾ, ഇപ്പോൾ അങ്ങ് സിനിമയുടെ ഭാഗത്ത് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കരിക്ക് പോലെയുള്ള ഇത്തരം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ശരിക്കും അത് കൗതുകത്തോടെയാണ് കാണുന്നത്. മക്കൾ എന്നുള്ള ഒരു പക്ഷം എനിക്കില്ല. അത് ഞാനും ഒരു കാണിയാണ് അവരുടേത്. അത് ചിലപ്പോൾ അത് നന്നായില്ലെങ്കിൽ നന്നായില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ തരക്കേടില്ല എന്ന് മാത്രം പറയുന്ന ഒരു കാണി മാത്രമാണ് ഞാൻ. എൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനോ ഒന്നുമില്ല അതിലില്ല. ഒരു കാണി മാത്രമാണ് അതിൽ. വളരെ സന്തോഷം. ഈ മൂങ്ങ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ സമാഹാരം പക്ഷെ മലയാളത്തിലെ കഥകളിലെ ഏറ്റവും പുതിയ ഒരു ഭാവുകത്വം തന്നെ തുറന്നു വെക്കുന്ന ഒരു സമാഹാരമാണ്. 70കളിൽ ആരംഭിക്കുന്ന ഒരു ഭാവുകത്വത്തിനകത്തു നിന്ന് ഒന്ന് കുതറണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രമങ്ങൾ ഈ പറയുന്ന കഥകളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകളിലും കഥയിലും അതേപോലെ ഒരുപക്ഷെ ക്ലാസിക്കൽ എന്ന് പറയാവുന്ന ഇമയവ് പോലെയുള്ള മറ്റ് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ സിനിമകളിലൂടെ PF മാത്യൂസ് എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ തന്നെയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് സാധിച്ച ഈ നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. നന്ദി. അജിത്തിനും എല്ലാ വായനക്കാർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി.